അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഏത്തക്കയാണ് നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ. പണ്ടത്തെ കാലത്ത് പണ്ടെന്ന് പറഞ്ഞാൽ കുറെ നാൾക്ക് മുമ്പ് നമ്മുടെ കടകളിലെല്ലാം കാണുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ പഴം നിറച്ചത്. ഇപ്പോഴത്തെ കടകളിലൊന്നും നമ്മൾ ഈ സാധനം കാണാറില്ല. പണ്ടത്തെ ആൾക്കാർക്ക് ഈ ഒരു സാധനം പഴം നിറച്ചുണ്ടെങ്കിൽ ഒരു നേരത്തെ ആഹാരം ബെസ്റ്റ് ആണ്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പൊ അതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വന്ന കൂട്ടുകാരെ. അത് കാണുന്നതിന് മുമ്പേ എന്നും പറയുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നേരെ പോയാലോ വീഡിയോ. ആദ്യം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഫില്ലിങ് തയ്യാറാക്കലാണ്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് നമ്മൾ അവിൽ എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് മാത്രം ചെറുതായിട്ടൊന്ന് മാത്രം ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. നമുക്ക് കൂടുതലങ്ങ് മൂപ്പിച്ച് വറുത്തെടുക്കൊന്നും വേണ്ട. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നല്ല ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഏത്തപ്പഴം നമുക്ക് തൊലിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് വരയിട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വിടർത്തിയെടുക്കണം. കുറെ നമ്മളെ ഫില്ലിങ്ങിനകത്ത് വെക്കാൻ വേണ്ടിയാണ്. ഇത് ഇനി നമ്മുടെ ഫില്ലിങ്ങിനകത്ത് നമുക്ക് വെച്ചു കൊടുക്കാം. എത്രയും കൊള്ളുമോ അത്രയും നമുക്ക് ഇതൊന്ന് സ്റ്റോറേജ് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മൾ ഫില്ലിംഗ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് എടുത്തേക്കെന്ന് പറഞ്ഞാൽ കുറച്ച് ഗോതമ്പ് മാവാണ്. നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് ഫില്ലിംഗ് ഒന്ന് പുറത്തു പോയിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിനകത്തൊന്ന് ഒട്ടിച്ച്, മൈദ മാവാണെങ്കിലും നല്ലതാണ് കേട്ടോ. മൈദ മാവാണ് കുറച്ചും കൂടെ നല്ലത്. ഞാൻ ഇപ്പം മൈദ എടുത്തില്ല, ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഒട്ടിച്ച് നമ്മൾ ഈ ഫില്ലിംഗ് ഇത് ഇളകിപ്പോയിരിക്കാൻ വേണ്ടി ഇത് കണക്ക് ചെയ്യാം. അപ്പൊ ഇത് കണക്കെല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളെല്ലാം 4 നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. പാൻ വെച്ച് കൊടുത്തു. നമുക്ക് കുറച്ച് എണ്ണ വെച്ചു. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് തിരിച്ചു മറിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നതാണ്. അപ്പൊ ഒന്ന് ഫ്രൈ ഒക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റാം. അപ്പൊ കൂടെ നമ്മൾ പഴം നിറച്ച് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. എളുപ്പപ്പണിയാണ്, വളരെ താമസമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കുക. നമ്മൾ അവിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കിടക്കാച്ചി സാധനമല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ കൂട്ടുകാരെ.